ഫ്രണ്ട്സ്, നമ്മുടെ ഇന്നത്തെ പുതിയൊരു വീഡിയോ ആണ്. അപ്പോൾ നമ്മളിന്ന് ഉത്സവമൊക്കെ കഴിഞ്ഞ് വന്നപ്പോൾ ഞാൻ സാധനങ്ങൾ വാങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക്. വളരെ സംഭവങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ടാകും, ഞാൻ കാണിച്ചു തന്നില്ല. ഞാൻ ക്യൂട്ടായിട്ടുള്ള ഐറ്റംസൊക്കെ വാങ്ങിയിട്ടാണ് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഞാൻ അതിനൊന്ന് പോയിട്ട് സിസർ എടുത്തിട്ട് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് ഒന്ന് കടന്നാലോ. അധികം ഇൻട്രോ പറഞ്ഞാൽ മുഷിപ്പിക്കുന്നില്ല, നമുക്ക് ആ വീഡിയോയ്ക്ക് അതിൽ തന്നെ കിടക്കാം. റൂമിലില്ലേ അതിൻ്റെ മുകളിൽ ഇങ്ങനെ കട്ട വീഴാണ്ട വയസ്സത് അറിയില്ല എന്താണ് അത് കുറേ സിമെൻറ്റ് ഇട്ട സ്ഥലത്ത് വീണ്ടും എന്തായാലും, കാരണം ഞാൻ ഇവിടെ ഇരിക്കുന്നില്ല. പിന്നെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ എന്ത് ഇത്ര നാൾ ഇടാണ്ടെന്ന് വെച്ചാൽ ഞാൻ അങ്ങനെ അതിൻ്റെ ഉള്ളിൽ പോകാറില്ല. ഞാൻ ബുക്ക് എടുക്കും, ഇവിടെ വന്നിരുന്നിട്ടാണ് ഓരോ ക്രാഫ്റ്റുകൾ ചെയ്യാത്തത്. അതുകൊണ്ട് എന്താ നല്ല ഷേപ്പിലുള്ള ഇതൊക്കെ അല്ലേ. ഇതിൻ്റെ അടുത്ത് വരുമ്പോൾ എന്താ മിന്നണത്. അപ്പം അങ്ങനത്തെ രണ്ടെണ്ണം നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പം അതൊന്ന് പെയിൻ്റ് അടിച്ച് ശരിയാക്കാം. അപ്പം ഞാൻ പോയിട്ട് സിസർ എടുക്കട്ടെ കേട്ടോ. ഫ്രണ്ട്സ്, ഞാൻ നല്ല മൂച്ചുള്ള സിസറൊക്കെ എടുത്തിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇതില്ലേ, ഇത് എൻ്റെ ഫ്രണ്ടിന് കൊടുക്കാൻ പറ്റുന്ന ഒരു കാർഡ് പോലത്തെ സാധനമാണ് കേട്ടോ. ഇത് ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ എനിക്ക് 2 ഫ്രണ്ട്സ് ഉണ്ട്. അപ്പം അതിൽ ഞാൻ കെസിയാന്ന് പറഞ്ഞിട്ടുള്ള കുട്ടിക്ക് മാത്രമാണ് കേട്ടോ ഞാൻ ഈ ഒരു കാർഡ് ഇപ്പം ഉണ്ടാക്കിയേക്കുന്നത്. മാളൂനും കൂടി ഞാൻ ഉണ്ടാക്കണം. അപ്പോൾ അവരുണ്ടായിരുന്നു, ഞാൻ നല്ല മിസ് ചെയ്യുന്നുണ്ട് ഞാൻ. ഓക്കെ, അപ്പോൾ സ്കൂൾ വിട്ടൊന്നും പോകില്ല, നമ്മൾ വെറുതെ ചുമ്മാ രസത്തിന് കൊടുക്കേണ്ടതാണ്. അപ്പോൾ ഇതാണ് ആ സാധനം കേട്ടോ, ഇതാണ് ആ കാർഡ്. ഇത് ഞാൻ കിസയ്ക്ക് കൊടുക്കും. ഇത് അവൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമുക്ക് ഒറ്റയ്ക്ക് ഒരു കാർഡ് കൊടുക്കാനാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ ആദ്യത്തെ ഫ്രണ്ട് അവളാലോ, അപ്പോൾ ഒരു കമ്പാർട്ട്മെൻ്റൊക്കെ അവളോട് ഉണ്ടാവില്ല, അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ ഇതാ ഈ ഒരു കാർഡുണ്ട്. മാളുവിനോട് ഇഷ്ടമാണ് കേട്ടോ എനിക്ക്. ഈ ഒരു കാർഡാണ് ഞാൻ അവൾക്ക് കൊടുക്കാൻ വെച്ചിട്ടുണ്ട്. പിന്നെ മാളുവിന് വിഷമാവണ്ട എന്നൊക്കെ വെച്ചിട്ട്, അവളും എൻ്റെ ഫ്രണ്ട് തന്നെയല്ല, ഗുഡ് ഫ്രണ്ട്. അത് കഴിഞ്ഞിട്ട് ഞാൻ കുറച്ച് സാധനങ്ങൾ ഞാൻ അവിടെ ഉത്സവത്തിന് പോയപ്പോൾ ഞാനും ചേച്ചിയും കൂടി ഇന്ന് ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. കാണിച്ചു തരാം. ഇത് സെൻറ്റ് ഓഫിനാട്ടോ കൊടുക്കുള്ളത്. ഞാൻ നിങ്ങൾക്ക് വെറുതെ കാണിക്കുന്നത് സെൻറ്റ് ഓഫിൻ്റെ ഞാൻ അത് അപ്ലോഡ് ചെയ്യുള്ളൂ. അപ്പോൾ ഇത് നമ്മുടെ മാളൂനുള്ള ഗിഫ്റ്റ്. ഇവിടെ നിങ്ങൾക്ക് അമ്മ ഒട്ടിച്ചിട്ടുണ്ട്. പിന്നെ ഇത് കെസിയക്കുള്ള ഗിഫ്റ്റ് കേട്ടോ. അത് ഞാൻ കാണിച്ചു തരാം കേട്ടോ നിങ്ങൾക്ക്. അപ്പോൾ ഫ്രണ്ട്സ്, ഇതാണ് കേട്ടോ നമ്മുടെ മാളൂന്നുള്ള ഗിഫ്റ്റ്. അപ്പം ഞാൻ ഇത് ഓപ്പൺ ചെയ്തിട്ട് ഒരു മിനിറ്റ് വെയിറ്റ്. ഫ്രണ്ട്സ്, ഇതാണ് മാളൂന്നുള്ള ഗിഫ്റ്റ്. ഇതിങ്ങനെ ഓപ്പൺ പതുക്കെ ചെയ്തുമ്പോൾ ഇങ്ങനെ ഇതിൻ്റെ ഓപ്പൺ വരും. അതിൽ ഞാൻ ചേച്ചിയും കൂടിയും ചെയ്താണ് കേട്ടോ. ഇതിൽ കുറച്ച് സാധനങ്ങൾ ഇതിൻ്റെ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതിങ്ങനത്തെ ഒരു ബുക്കാണ്. ഇതിൽ കുറേ എഴുത്തും കുത്തൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. ഞാൻ ഇതിൽ കുറേ എഴുതിയിട്ടൊക്കെ ഉണ്ട് കേട്ടോ. അവിടെ മോട്ടോഫ്യൂ എന്നൊക്കെ പറഞ്ഞിട്ട്. അടുത്തത് ഒരു ക്യൂട്ട് സ്റ്റിക്കർ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതും പിന്നെ ഇത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ അകത്ത് കുറേ സ്ലിപ്പുകളുണ്ട്. മൈ ബെസ്റ്റ് ഫ്രണ്ട്, ടു കെസിയ, എൻ്റെ മാളും മൈ ബെസ്റ്റ് ഫ്രണ്ട്, അങ്ങനെയൊക്കെ എഴുതിയിട്ടുണ്ട്. പിന്നെ എന്താ, അടുത്ത വർഷം സ്കൂൾ മാറുണ്ടോ അതിനൊക്കെ വെച്ചിട്ട് ഒരു സ്ലിപ്പ്, സാധാരണ സ്ലിപ്പ് അങ്ങനെ ആക്കിയിട്ടുണ്ട്. അടുത്തത് കെസിയയുടെ ആട്ടാ. കെസിയയ്ക്ക് കൊടുക്കാൻ പോണ ഗിഫ്റ്റാണ്. കെസിയയിൽ എന്താണ് കുറച്ച് അതിൽ അവൾക്ക് കുറച്ച് വെറൈറ്റി ആയിട്ടാണ് കേട്ടോ. വെറൈറ്റി എന്നല്ല, കുറച്ചൊരു ഒരു തരം നല്ലൊരു വേറൊരു ഇതായിട്ടുള്ളത്. ഇതിൻ്റെ ബാക്കിൽ ഇങ്ങനത്തെ ഒരു താമരയുടെ ഒരു ഇതുണ്ട്. അതിങ്ങനെ ആക്കിയിട്ട് ഇവിടെ പിടിച്ചിട്ടാണ് ഇങ്ങനെ കൊടുക്കുന്നത്. ഹലോ ഓക്കെ, അപ്പോൾ ഇവിടെ ഇങ്ങനെ ഒരു ലോക്ക് ഉണ്ട് കേട്ടോ. അപ്പോൾ ഈ ലോക്ക് ഇങ്ങനെ തുറക്കുക. തുറക്കുമ്പോൾ
ഇതിൻ്റെ ഉള്ളിൽ വരുന്നത് ഈ ഇതാണ്. എന്നിട്ട് ഇതിങ്ങനെ ഈ ലവിൻ്റെ ഇത് ഇങ്ങനെ പിടിച്ച് തുറന്ന് കഴിയുമ്പോൾ കണ്ടോ ഇതിൻ്റെ അകത്ത് കുറേ എഴുതിയിട്ടുണ്ട്. 2 പേർക്ക് സ്റ്റിക്കർ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. സ്റ്റിക്കർ ഇതൊന്ന് പിന്നെ ഇതൊന്ന് അങ്ങനെ സ്റ്റിക്കറും വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ കാർഡ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ഇത് 2ആണ് കാർഡ് ഉള്ളത്. ഞാൻ ഇതിപ്പോൾ അപ്ലോഡ് ചെയ്യില്ല, കാരണം അവർ കാണൂല്ലോ. അപ്പോൾ നമ്മുടെ മുമ്പേ തന്നെയുള്ളൊരു സസ്പെൻസ് പോകും. അപ്പോൾ ഈ 2 കാർഡ്സാണ്. ഇതിൽ ഏതാ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട വെച്ചിട്ടുണ്ടെന്ന് ലൈക്ക് ചെയ്തോ കേട്ടോ. ഇതും അപ്പോൾ കാർഡുകൾ ഇതൊക്കെയാണ് കേട്ടോ. അപ്പം ഞാനിതൊന്ന് എടുത്ത് വയ്ക്കട്ടെ. ഓക്കെ, ഞാൻ കുറേ സാധനങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ ഞാൻ ഇതിൽ ചെയ്തെടുക്കണം. ഇത് നമ്മുടെ ഒരു ഇതായിട്ട് യൂസ് ചെയ്യാം. അതായത് ഇതില്ലേ, ഇത് പെൻസിൽ സ്റ്റാൻഡായിട്ട് യൂസ് ചെയ്യാം, ഡസ്റ്റ്ബിന്നായിട്ട് യൂസ് ചെയ്യട്ടെ. ഇതിങ്ങനെ ചെമ്മരുമ്പോൾ ഇങ്ങനെ ഒട്ടിച്ച് വെച്ചാൽ മതി. അപ്പോൾ കേട്ടോ മനസ്സിൽ സോപ്പിൻ്റെ പെട്ടിയാണ് കണ്ടിട്ടുണ്ടാക്കിയത്. ക്യൂട്ടായിട്ടില്ലേ? അതൊന്നുണ്ട്. പിന്നെ സ്റ്റാപ്ലെയറും പശയും സെലോ ടേപ്പും ഒന്നും ഉപയോഗിക്കാതെ ഒരു മിനി ബുക്ക് ഉണ്ടാക്കി തന്നിട്ടുണ്ട് കേട്ടോ ചേച്ചി. ഉണ്ടാക്കി തന്നിട്ടുണ്ട്. പിന്നെ ഇതും ഒരു വാൾ ഡെക്കേഴ്സാണ് കേട്ടോ. വാളിൽ തുക്കാനുള്ള ഒരു ഡെക്കറാണ്. പിന്നെ ഇതൊരു കുഞ്ഞൊരു ബോക്സാണ് കേട്ടോ. നമുക്ക് സ്കെയിലൊക്കെ ഒന്ന് ഇതാക്കി എടുക്കാനായിട്ട് കുഞ്ഞൊരു ബോക്സ് ഇട്ടിട്ടുണ്ട്. പിന്നെ ഇത് ബുക്ക് മാർക്കാണ്. ഇത് നമുക്ക് ഏത് ഇതിലാണ് ഇതുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബുക്ക് മാർക്ക്. പിന്നെ നിങ്ങളുടെ സ്വന്തം സാധനങ്ങളാണ് കേട്ടോ. ഇവിടെ ട്രെൻഡ് ഇറങ്ങിയേക്കുന്ന സാധനങ്ങളാണ്. ഈ സ്റ്റിക്കേഴ്സ് വേണമെങ്കിൽ നിങ്ങളൊന്ന് താഴെ ഒന്ന് കമൻറ്റ് ചെയ്യോ. ഓർഡർ തരാൻ വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് സ്റ്റിക്കേഴ്സ് ഏൽപ്പിക്കേണ്ടായിരുന്നു. ഇവിടെ വന്ന് വാങ്ങാൻ പറ്റുമെങ്കിൽ അങ്ങനെയും വാങ്ങിയാൽ മതി. ഇത് ഫ്രണ്ട്ഷിപ്പ് ഡേയുടെ കുറിച്ചിട്ടാണ് കേട്ടോ. ഫ്രണ്ട്ഷിപ്പ് ഡേ അവർ കൊടുക്കട്ടെ. ഇത് ബർത്ത്ഡേ. അപ്പോൾ ഇതൊക്കെയാണ് സ്റ്റിക്കേഴ്സ്. ഇനി നമുക്ക് ഇതൊക്കെ ഇവിടെ ഇരിക്കട്ടെ കേട്ടോ. അപ്പം ഞാൻ ഇതൊന്ന് ഈ കവറിലൊന്ന് ആക്കട്ടെ. അടുത്തത് ഞാൻ ഇന്ന് പോയപ്പോൾ വാങ്ങിയ ഒരു പസിൽ ഗെയിംസിൻ്റെ ഒരു സെറ്റ് ഉണ്ട് കേട്ടോ. അത് കാണിച്ചു തരാം നിങ്ങൾക്ക്. അത് നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും കാണുമ്പോൾ. സ്റ്റിക്കേഴ്സ്, നിങ്ങളുടെ സ്വന്തം സ്റ്റിക്കേഴ്സൊക്കെ വരുന്നതുകൊണ്ട് കാണുമ്പോൾ നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടമാക്കാം. അപ്പം ഇതാണ് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പം ഇതാണ് ആ സാധനം. ഇതിൻ്റെ ഉള്ളിൽ നിന്നൊക്കെ പോയിട്ട് ഇതാണ് സാധനം. നമുക്കിനി ഇത് ഒന്ന് കട്ട് ചെയ്തിട്ട് നോക്കാം. കട്ട് ചെയ്തിട്ടാ ഇത് ഓപ്പൺ ആയിട്ടുണ്ട്. നമുക്കൊന്ന് തുറക്കാം. ഫസ്റ്റ് തന്നെ എനിക്ക് എൻ്റെ കയ്യിൽ കിട്ടിയത് ഈ ഒരു സാധനമായിട്ട്. എന്താണെന്ന് മനസ്സിലായിട്ടില്ല എന്ത് സാധനമാണ്. ഇതില്ലേ, ഇത് വേറെ ഒന്നുമില്ല, ഇതൊന്നും അല്ല. ഇത് വെറുതെ ഇങ്ങനെ വയ്ക്കുന്ന സാധനമാണ്. അതിൽ വെറുതെ വയ്ക്കുന്നത് കേട്ടോ. അടുത്തത് ഇതാണ് ഇതിൻ്റെ മെയിൻ താരം. കാണിച്ചു തരാം. ഇതാണ് നമ്മുടെ ഹലോ കിറ്റിയുടെ സാധനങ്ങൾ. ഇതിൽ ഞാൻ കാണിച്ചു കേട്ടോ. ഇത് പസിലാണ് കേട്ടോ. ഇങ്ങനെ അടർത്തിയിട്ട് ഇങ്ങനെ ചെയ്യാൻ പറ്റുന്നുണ്ടോ? ഇങ്ങനെ പസിൽ പോലെ അറേഞ്ച് ചെയ്യാൻ പറ്റും. അടുത്ത പിക്ചറ് അങ്ങനത്തെ ഇതുകളൊക്കെ കൊണ്ടിട്ട് നമുക്ക് കളർ അടിക്കാം. അതിനാണ് കേട്ടോ അവർ വാട്ടർ കളർ തന്നേക്കുന്നത്. അടുത്തത്
സ്റ്റിക്കറ്, പിന്നെയും വീണ്ടും ഒരു 2-3 ഇതുകളും കൂടിയിട്ടാണ് വെച്ചിട്ടാണ് കേട്ടോ. മനസ്സിലായി? അടുത്തത് ഇതെന്താ? ഈ പെട്ടി ഞാൻ കളയില്ല കേട്ടോ, നമുക്ക് അതിൻ്റെ അകത്ത് ഇട്ട് വയ്ക്കാനൊക്കെ. ഇതൊന്ന് പെയിൻ്റാണ്, പെയിൻറ് വർക്കാണോ നോക്കണ്ട. അപ്പം അതിന് നമുക്ക് ഇതിൻ്റെ അകത്തൊക്കെ ഒന്ന് അടിച്ച് സെറ്റാക്കി വെക്കാം കേട്ടോ. തുറന്ന് നോക്കൊണ്ട് ഞാൻ വർക്കാണോ ഗായ്സ്. അത് പറ്റിച്ചു, ഇതിലില്ല കേട്ടോ പെയിൻറ്. യെല്ലോയിൽ പെയിൻറ് ഇല്ല. അയ്യോ ഗായ്സ്, നമ്മുടെ കാശ് പോയി. ബ്ലൂവിൽ മാത്രം ഉണ്ട് കേട്ടോ, ബ്ലൂവിലുണ്ട്. പിന്നെ നോക്കട്ടെ, വെള്ളം കൂട്ടി കളറാക്കാം. അതിൻ്റെ കളറായിട്ടില്ലേ? എന്തൊരു കഷ്ടത്. ബ്ലൂവിൽ മാത്രമല്ല കേട്ടോ ഗൈസ് പെയിൻറ്. പറ്റിച്ചു. നല്ല ബ്രഷും ഉണ്ട്. സ്കെയിൽ പോലത്തെ സാധനം കേട്ടോ വരയ്ക്കാനായിട്ട്. അടുത്ത നിങ്ങളുടെ സ്വന്തം തന്നെ സ്റ്റിക്കറുണ്ട്. ഇതിങ്ങനെ എടുക്കുക. എന്നിരുന്നാട്ടെ, ഇതൊക്കെയാണ് നമ്മുടെ സാധനങ്ങൾ. എന്നാലും അവരിങ്ങനെ പറ്റിക്കണം എന്ന് വിചാരിച്ചില്ല കേട്ടോ. എനിക്കിങ്ങനെ അബദ്ധം പറ്റിയിട്ടുണ്ട്. പസിലും കാര്യങ്ങളൊക്കെ അത് ആ പെയിൻറ്റിൽ നമുക്ക് അവരുടെ പെയിൻറ്റ് തന്നെ വേണമെന്നുണ്ടോ? വേറെ പെയിൻറ്റില്ലേ? അത് ഈസി. പക്ഷേ കാശ് നമ്മുടെ പെയിൻറ്റും സാധനങ്ങളും കൂടി ഉണ്ടാക്കി തരുന്നു കേട്ടോ. എല്ലാം വീട്ടിനകത്ത് വെച്ചിട്ടുണ്ട്, ഒന്നും പോലും വെച്ചിട്ടില്ല. ഇതാണ് നമ്മുടെ ഒരു കിറ്റ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോസിലുള്ളത്. ഇനി ഇതിൻ്റെ പാർട്ട് 2 എന്തായിരിക്കും കേട്ടോ. അപ്പോൾ ടാറ്റാ, ബൈ. എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. ഇനി ഞാൻ പുതിയ വീഡിയോസ് ആയിട്ട് വരാം. നിങ്ങൾ ജേർണലിൻ്റെ വീഡിയോസൊക്കെ ഇടാൻ പറയട്ടോ. നിങ്ങൾ ഒരു കമൻറ്റ് ഇല്ലാതെ ഞാൻ വെറുതെ ഇങ്ങനെ ഇട്ടിട്ട് എന്താ കാര്യം? നിങ്ങൾ കാണൂല, ഒന്നുമില്ല. നിങ്ങളും കൂടി ഒന്ന് കമൻറ്റ് ഇട്ടാളോ. ടാറ്റാ.